ഇപ്പോൾ എം സ്വരാജ് മാധ്യമങ്ങളെ കാണുകയാണ്. ഇവിടെ നമ്മുടെ നിയോജക മണ്ഡലത്തിൻ്റെ പല ഭാഗങ്ങളിലും ഇത്തരത്തിലുള്ള സംഭവങ്ങൾ വല്ലപ്പോഴുമാണെങ്കിലും റിപ്പോർട്ട് ചെയ്യപ്പെടാറുണ്ട്. ഇന്നലെ സംഭവിച്ചതിൽ മരണപ്പെട്ട ജിത്തു ഒരു കുട്ടിയാണ്. അവരുടെ കൂടെ ഉണ്ടായിരുന്ന ഷാനു, അതുപോലെ യദു, മറ്റ് 2 പേർ കൂടി പരിക്കേറ്റു. പക്ഷെ അത് സാരമുള്ളതല്ല, അപകടനില തരണം ചെയ്തു എന്നതാണ് ഏക ആശ്വാസം. മറ്റ് 2 കുട്ടികൾ കൂടി ഒപ്പം ഉണ്ടായിരുന്നു. ഏതായാലും ഒരു കുട്ടി ഈ ദുരന്തത്തിൻ്റെ ഇരയായി നമ്മോട് വിട പറഞ്ഞിരിക്കുകയാണ്. അപകടകരമായ ഇത്തരം കുറ്റകൃത്യങ്ങൾ ഇപ്പോൾ ലഭ്യമായി ഇന്നലെ വന്നതിനേക്കാൾ കുറച്ചുകൂടി വ്യക്തത ഇപ്പോൾ വന്നിട്ടുണ്ട്. നമ്മൾ ഇന്നലെ സംശയിച്ചതുപോലെ തന്നെ വൈദ്യുതി ലൈനിൽ നിന്നും അനധികൃതമായി നിയമവിരുദ്ധമായി കമ്പി കൊളുത്തി പന്നിയെ പിടിക്കുന്നതിന് വേണ്ടിയുള്ള കെണി വയ്ക്കുകയാണ് ചെയ്തിട്ടുള്ളത് എന്നാണ് അറിയുന്നത്. ഇപ്പോഴും അന്വേഷണം പൂർണ്ണമായി അതിൻ്റെ സ്ഥിരീകരണം വരണം. എങ്കിലും ഇപ്പോൾ ലഭ്യമാകുന്ന വിവരങ്ങളുടെയും പ്രാഥമിക അന്വേഷണത്തിൻ്റെ അടിസ്ഥാനത്തിൽ പോലീസും ആ നിഗമനത്തിലാണ് എത്തിയിട്ടുള്ളത്. അതൊരു കുറ്റകൃത്യമാണ്. അത് അപകടകരമായ ഒരു കുറ്റകൃത്യമാണ്. പലരുടെയും ജീവൻ ഇതിനോടകം തന്നെ പൊലിഞ്ഞു പോയിട്ടുള്ളതാണ്. അപ്പോൾ കർശനമായ നടപടികൾ സ്വീകരിക്കേണ്ടതാണ്. പോലീസ് ആ നിലയിലാണ് മുൻപോട്ട് പോകുന്നത്. പോലീസ് ഇതിൽ പ്രതികളായിട്ടുള്ളവരെ ഇപ്പോൾ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. കൂടുതൽ പ്രതികളുണ്ടോ എന്നുള്ളത് പോലീസ് അന്വേഷിക്കുന്നുണ്ട്. ഇതിലെ പ്രധാന പ്രതിയെ സംബന്ധിച്ച് നാട്ടിലിപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് ഇങ്ങനെ ഒരു ആക്ഷേപം തന്നെയുണ്ട്. അതായത് ഏതെങ്കിലും കൃഷിയിടങ്ങളിൽ പന്നിയുടെ ആക്രമണത്തെ പ്രതിരോധിക്കാൻ എന്ന നിലയിൽ മാത്രമല്ല, അദ്ദേഹം ഇതൊരു ബിസിനസ്സായി നടത്തുന്ന ആളാണെന്നൊക്കെ പറയുന്നുണ്ട്. നമ്മളൊരു ആരോപണം ഉന്നയിക്കുന്നതോ ഇപ്പോൾ ആധികാരികമായി പറയുന്നത് ശരിയല്ല, പക്ഷേ നാട്ടിലെല്ലാവരും അങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ അതുൾപ്പെടെ പോലീസിൻ്റെ അന്വേഷണത്തിന് വിഷയമാവുകയും ഇനി ഇത്തരമൊരു സംഭവം ഉണ്ടാകാതിരിക്കാനുള്ള കർശനമായ നടപടി പോലീസിൻ്റെ ഭാഗത്തുനിന്ന്, അധികാരികളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവും. ആ നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ നാട്ടിലും ഇത് സംബന്ധിച്ച് നല്ല ബോധവൽക്കരണം വരുത്തേണ്ടതാണ്. ഇത് വളരെ അപകടകരമായ, മനുഷ്യജീവൻ ഏത് സമയത്തും അപകടം സംഭവിക്കാവുന്ന ഒരു കുറ്റകൃത്യമാണ്. അതിനെ അങ്ങനെ തന്നെ കണ്ട് അതിനെ എതിർക്കേണ്ടതുമുണ്ട്. ഇതിനു മുൻപ് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ആ സമയത്ത് പരാതിപ്പെട്ടിട്ടും അതിനകത്തൊരു നടപടി ഉണ്ടായില്ല എന്നുള്ള ആക്ഷേപം കൂടി ഉണ്ട്. നടപടി ഉണ്ടായില്ല എന്നുള്ള ആക്ഷേപം ശരിയല്ല. ഇത്തരത്തിലുള്ള സംഭവങ്ങളിലെല്ലാം നിയമാനുസൃതമായ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. ആളുകൾ ജയിലിലടക്കപ്പെട്ടിട്ടുണ്ട്. കേസ് തുടരുകയാണ്. കേസ് സ്വാഭാവികമായിട്ടും നമ്മുടെ നാട്ടിൽ ഇത്തരത്തിലുള്ള ക്രിമിനൽ കേസുകൾക്ക് അതിൻ്റെതായ സമയം എടുക്കുമല്ലോ. പക്ഷേ എല്ലാ തെളിവുകളും സഹിതം പഴുതടച്ച് അന്വേഷണം നടത്തി കുറ്റപത്രം സമർപ്പിച്ച് ഇനി ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നാട്ടിലുണ്ടാവാതിരിക്കാനുള്ള അത്രയും ജാഗ്രത ഈ വിഷയത്തിൽ കാണിക്കണം. മോഷണം നടന്ന വൈദ്യുതി പോസ്റ്റിൽ തന്നെ ഇൻസുലേറ്റഡ് ആയ ലൈനുമുണ്ട്, അല്ലാത്തതുണ്ട്. അപ്പോൾ അതിൻ്റെ ആത്യന്തികമായിട്ട് എന്ത് ഗുണമാണുള്ളത് KSEBക്ക്? എന്നാൽ പിന്നെ മുഴുവൻ ഒന്ന് ഇൻസുലേറ്റ് ചെയ്യുന്നതിന് പകരം ഒരു കമ്പി അല്ലാതെ നിൽക്കുകയാണ്. ഈ മോഷണത്തിന് വേണ്ടി വെച്ച സാഹചര്യം പോലെയാണ് തോന്നുന്നത്. അതിനെ സംബന്ധിച്ചൊക്കെ പല അഭിപ്രായങ്ങളും പറയുന്നുണ്ട്. കാരണം മുഴുവൻ വൈദ്യുതി ലൈനും ഇൻസുലേറ്റഡ് ആയിട്ടൊരു രീതി കേരളത്തിലില്ല. അപ്പോൾ ഇങ്ങനെയുള്ള കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നവർക്ക് ഒരിടത്തല്ലെങ്കിൽ കുറച്ച് അങ്ങോട്ട് മാറി ആ ലൈനിൽ നിന്ന് വൈദ്യുതി എടുക്കാൻ സാധിക്കും. എങ്കിലും ഇത്തരം അപകടങ്ങളുടെ പശ്ചാത്തലത്തിൽ ആവശ്യമായ പരിശോധന KSEBയും നടത്തണം. KSEBയിലെ നിലവിലുള്ള ജീവനക്കാരുടെ എണ്ണം വെച്ച് ഇതിനൊരു കാവൽ പോലെ ഒരു സംവിധാനം ഏർപ്പെടുത്താനൊന്നും ഇപ്പോൾ സാധിക്കും തോന്നുന്നില്ല. കാരണം അത്രയധികം ജീവനക്കാരൊന്നും ഇല്ലല്ലോ. എന്നാൽ ഇത് തടയുന്നതിന് KSEBയുടെ ഭാഗത്തുനിന്ന് കൂടുതലായി എന്തെങ്കിലും ജാഗ്രത, ഇപ്പോൾ തന്നെ കൃത്യമായ ഇടവേളകളിൽ അവരുടെ പരിശോധനയും എല്ലാം നടക്കുന്നുണ്ട്. ഇതിനെതിരായി കർശന നടപടി, ഇതും വൈദ്യുതി മോഷണവും ഒക്കെ കർശനമായി തന്നെ കൈകാര്യം ചെയ്യേണ്ടതാണ്. ആ നടപടികൾ KSEB എടുക്കുന്നുണ്ട്. അത് കൂടുതൽ ശക്തിപ്പെടുത്തേണ്ടതുണ്ടോ എന്നുള്ളത് അവരും പരിശോധിക്കേണ്ടതാണ്. ആ പരിശോധനയും നടക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അല്ല, സംഘം പ്രവർത്തിക്കുന്നതിനെ കുറിച്ച് എനിക്കറിയില്ല. പക്ഷെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, ഇങ്ങനെ ഒരു ആരോപണം നമ്മുടെ ഈ നാട്ടുകാർ ഉന്നയിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും അത് പരിശോധിക്കുകയും നടപടി സ്വീകരിക്കുകയും വേണം. ഇതിനകത്തൊരു ഗൂഢാലോചനയുണ്ട്. നിലമ്പൂരിൽ ഈ വിവരം അറിയുന്നതിന് മുൻപ് തന്നെ മലപ്പുറത്ത് പ്രകടനം നടന്നു. ഇത് ബോധപൂർവമായി നടന്നതാണ്, ഗൂഢാലോചന സംശയിക്കുന്നത്. ഇതെങ്ങനെയാണ് ഒരു ഗൂഢാലോചന ഇതിനകത്തുള്ളത്? വനമന്ത്രിയുടെ പ്രസ്താവന ഞാൻ മനസ്സിലാക്കിയിട്ടില്ല, ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല. പക്ഷേ നിർഭാഗ്യകരമായ ചില രാഷ്ട്രീയ ഇടപെടൽ വന്നത് ശരിയല്ല എന്ന അഭിപ്രായം എനിക്കുണ്ട്. അതിൻ്റെ ഒരു കാരണം, ഇപ്പോൾ ഇന്നലെ വഴിതടയൽ സമരമൊക്കെ നടന്നല്ലോ. പ്രതിഷേധവും സമരമൊക്കെ ഏതൊരാൾക്കും അവകാശമുണ്ട്. ഞാൻ അത്തരം പ്രതിഷേധങ്ങൾക്ക് എതിര് നിൽക്കുന്ന ഒരാളേ അല്ല. ഇനിയിപ്പോൾ ഈ പ്രശ്നത്തിലാണെങ്കിലും ഒരു സ്വാഭാവിക പ്രതിഷേധം ഉയർത്തിക്കൊണ്ടുവരാൻ ആർക്കും അവകാശമുണ്ട്. കോൺഗ്രസ് ഉണ്ടെങ്കിൽ ഉണ്ടാവട്ടെ. പക്ഷേ 2 പ്രശ്നങ്ങൾ അതിലുണ്ട്. ഒന്ന്, വഴി തടയുന്ന ആശുപത്രിയിലേക്കുള്ള റോഡാണ്. ജില്ലാ ആശുപത്രിയിലേക്കുള്ള റോഡ് തടഞ്ഞുകൊണ്ട് പ്രതിഷേധിച്ചാൽ ഏതെങ്കിലും സാഹചര്യത്തിൽ അത്യാസന്ന നിലയിൽ രോഗിയെ കൊണ്ടുവന്നാൽ എന്ത് ചെയ്യും?
അത് നിലമ്പൂരിലുള്ളവരല്ല, നിലമ്പൂരിന് പുറത്തുനിന്ന് വന്ന കോൺഗ്രസിൻ്റെ മുതിർന്ന നേതാക്കന്മാരാണ് നേതൃത്വം കൊടുത്തതെന്നാണ് അറിയുന്നത്. ശരിക്കും മുതിർന്ന നേതാക്കന്മാർ രംഗം ശാന്തമാക്കാൻ ശ്രമിക്കുകയും സമാധാനം ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണ് വേണ്ടത്. പക്ഷേ അവരാണ് ഉത്തരവാദിത്വമില്ലാതെ ഇത്തരം പ്രതിഷേധത്തിന് നേതൃത്വം കൊടുക്കുന്നത്. അത് മറ്റപകടങ്ങളിലേക്ക് നയിക്കും. അപ്പോൾ നമ്മളത് ആധുനിക കാലത്തെ മനുഷ്യരെന്ന നിലയിൽ പ്രതിഷേധിക്കുമ്പോൾ റോഡ് തടയണമെന്നുള്ള മറ്റൊരു കാര്യം, ഞാൻ അതിലേക്കൊന്നും ഇപ്പോൾ കടക്കുന്നില്ല. പക്ഷേ ആശുപത്രിയിലേക്കുള്ള റോഡൊന്നും തടയാൻ പാടില്ല. അത് സാമാന്യ ജനത്തിന് വലിയ ബുദ്ധിമുട്ടും ചിലപ്പോൾ മറ്റ് അപകടങ്ങളിലേക്ക് നയിക്കുന്ന ഒന്നാണ്. 1. 2, ഒരു ദുരന്തമുണ്ടായി എന്ന് കേട്ടാൽ, അതിലൊരാൾ മരിച്ചു എന്നൊക്കെ കേട്ടാൽ സാധാരണഗതിയിൽ നമുക്കുണ്ടാവുക ദുഃഖമാണ്. മരിച്ച കുടുംബത്തോടുള്ള ഒരു ഐക്യദാർഢ്യമാണ്. ഉറ്റവരെ നഷ്ടപ്പെട്ടവരെ ആശ്വസിപ്പിക്കാനാണ് നമ്മൾ ആദ്യം ശ്രമിക്കുക. ഞാൻ ഇന്നലെ ആശുപത്രിയിൽ എത്തിയിട്ട് ആദ്യം ചെയ്തത് ഇതിൽ അപകടത്തിൽപ്പെട്ട കുട്ടിയുടെ അമ്മയുമായിട്ട് സംസാരിക്കുകയാണ് ഞാൻ ചെയ്തത്, അവരുടെ കുടുംബാംഗങ്ങളുമായി. അതിനുശേഷമാണ് ഞാൻ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുക പോലും ചെയ്തിട്ടുള്ളത്. ഒരാൾ മരിച്ചാൽ ആ ദുഃഖത്തിൽ പങ്കാളിയാവുക എന്നത് മനുഷ്യസഹജമായ ഒരു കാര്യമാണ്. അപ്പോൾ കൊടിയെടുത്തിട്ട് ഇറങ്ങണം, രാഷ്ട്രീയമായിട്ട് മുതലെടുപ്പ് നടത്താൻ കഴിയും, അല്ലെങ്കിൽ 2 വോട്ട് കൂടുതൽ കിട്ടിയാലോ എന്നൊക്കെ ചിന്തിക്കുന്നത് വളരെ ഹീനമായൊരു കാര്യമാണ്. ഞാൻ വേറൊന്നുകൂടി പറയാം. ഒരു 2 മാസം മുമ്പാണ് ഇവിടെ പുത്തിരിപ്പാടത്ത്, തൊട്ടപ്പുറത്താണ്, നിങ്ങൾക്ക് മാധ്യമപ്രവർത്തകർക്ക് അന്വേഷിച്ച് മനസ്സിലാക്കാൻ കഴിയും, തൊട്ടടുത്ത് കാരക്കോടടുത്ത് പുത്തിരിപ്പാടം എന്നൊരു സ്ഥലമുണ്ട്. വേണമെങ്കിൽ നടന്നും പോകാം, പക്ഷേ വാഹനത്തിൽ പോകാവുന്നൊരു സ്ഥലമാണ്. ഈ പഞ്ചായത്തിലുള്ള സ്ഥലമാണ്. അവിടെ ഒരാൾ ഇതേപോലെ മരണപ്പെട്ടു. തെങ്ങേറ്റ കയറാൻ വേണ്ടി വന്ന ആളാണ്. പുത്തൻ വീട്ടിൽ രാമകൃഷ്ണൻ എന്ന കുഞ്ഞൂട്ടൻ, ഒരു പാവം മനുഷ്യൻ ഇങ്ങനെ മരണപ്പെട്ടു. അപ്പോൾ എന്നോട് അവിടുത്തെ ആളുകളെല്ലാം പറഞ്ഞു അദ്ദേഹത്തെക്കുറിച്ച് വളരെ നല്ല അഭിപ്രായം പറഞ്ഞു. അപ്പം അദ്ദേഹം കോൺഗ്രസിൻ്റെ ഒരു സജീവ പ്രവർത്തകനായിരുന്നു. അദ്ദേഹം സജീവ കോൺഗ്രസ് പ്രവർത്തകനായിരുന്ന ഒരാളാണ്. ആരും വഴിയടഞ്ഞില്ലല്ലോ. സ്വന്തം പാർട്ടിയുടെ ഒരു പ്രവർത്തകൻ കൊല്ലപ്പെടുമ്പോൾ എല്ലാ ഇതിലും വികാരം ഉണ്ടാവും. മറ്റത് അത്രയും അടുത്ത ഒരാളാകുമ്പോൾ ശരിക്കും എത്ര വലിയ ദുഃഖവും രോഷവും ഉണ്ടാവും. ആരും വഴിയടഞ്ഞിട്ടില്ല. വഴിതടഞ്ഞില്ലെന്ന് മാത്രമല്ല, കോൺഗ്രസിൻ്റെ അറിയപ്പെടുന്ന നേതാക്കന്മാരാരും അവിടെ വന്നുപോലും ഇല്ല എന്നാണ് പറഞ്ഞത്. നിങ്ങൾ അന്വേഷിച്ച് നോക്കൂ. ഞാൻ ആരോപണമൊന്നും ഉന്നയിക്കുന്നില്ല, ഞാനിപ്പോൾ കേട്ടൊരു കാര്യമാണ്. അപ്പം പറയട്ടെ ഞാൻ പറയുന്ന, അപ്പോൾ സ്വന്തം പാർട്ടിയുടെ പ്രവർത്തകനായ ഒരാൾ ഇത്തരം ഒരു ദുരന്തത്തിനിരയായപ്പോൾ ആരും വഴി തടഞ്ഞില്ല, ആരും പ്രതിഷേധിച്ചില്ല. കാരണം അപ്പോൾ ഉപതെരഞ്ഞെടുപ്പില്ല. അതാണ്, അവിടെയാണ് എനിക്ക് അതിൽ വിമർശനമുള്ളത്. ഇപ്പോൾ ഉപതെരഞ്ഞെടുപ്പുണ്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങളെ രാഷ്ട്രീയമായി ഉപയോഗിക്കരുത്. ഇപ്പോഴും ഞാൻ നിങ്ങളോട് സംസാരിക്കുന്ന ഉത്തരവാദിത്വ ബോധത്തോടെയാണ്. വേണമെങ്കിൽ എനിക്ക് പറയാം, ഇപ്പോൾ അറസ്റ്റ് ചെയ്യപ്പെട്ട ആളുകളുടെ രാഷ്ട്രീയം പറയാം. ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ. അതിലെ പ്രധാന പ്രതിയെ സംബന്ധിച്ച് അതൊക്കെ മാധ്യമങ്ങൾ ആലോചിച്ചോളൂ. ഇനിയിപ്പോൾ അദ്ദേഹം ഏത് പാർട്ടിയിൽപ്പെട്ട ആളാണെങ്കിലും ആ പാർട്ടിക്ക് പങ്കുണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ഒരു പാർട്ടി ആലോചിച്ചിട്ടൊന്നും അല്ലല്ലോ. പ്രതികൾ പല പാർട്ടിയിലും പെട്ടവരുണ്ടാവും. പക്ഷേ അതിനെ നമ്മൾ രാഷ്ട്രീയമായല്ല കാണേണ്ടത്. ഇപ്പം മരിച്ചവർ രാഷ്ട്രീയമുണ്ട്. ഇതാ നിങ്ങൾ ഈ വീട് അന്വേഷിക്കുക, ഒരു രജനി പാർട്ടി മെമ്പറാണ്. നമ്മളതിൽ രാഷ്ട്രീയമല്ലല്ലോ പറയുന്നത്. ഇതൊക്കെ ആർക്കും സംഭവിക്കാവുന്ന ദുരന്തമാണ്. മരിക്കുമ്പോൾ ഇത്തരത്തിലെ രാഷ്ട്രീയവൽക്കരിക്കാനോ രാഷ്ട്രീയ മുതലെടുപ്പ് നടത്താനോ ശ്രമിക്കുന്നത് മനുഷ്യത്വപരമല്ല. അതുകൊണ്ട് ഞാനിപ്പോഴും പ്രതിയുടെ രാഷ്ട്രീയം നിങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്നില്ല. രാഷ്ട്രീയ ആരോപണം ഉന്നയിക്കാൻ ഞാൻ ഈ അവസരം ഉയർത്തുന്നില്ല. ആകെ ഞാൻ പറഞ്ഞത് 2 മാസം മുൻപ് ദാരുണമായൊരു സംഭവം, ഇതേപോലൊരു സംഭവം നമ്മുടെ തൊട്ടടുത്തുണ്ടായിട്ടും അന്ന് വഴിതടയുകയോ പ്രതിഷേധിക്കുകയോ ചെയ്യാതിരുന്നത് ഈ ഉപതെരഞ്ഞെടുപ്പില്ലാത്തതുകൊണ്ടാണ്. അപ്പോൾ ഉപതെരഞ്ഞെടുപ്പ് സമയത്ത് ഇങ്ങനെ വേണമെന്നുള്ളത് അവരാലോചിക്കട്ടെ, അവരാണ് തീരുമാനിക്കേണ്ടത്. എനിക്കതിൽ വേറെ ആരോപണമോ ആക്ഷേപമോ ഒന്നുമില്ല. നിങ്ങൾ പറഞ്ഞ വിഷയം, മന്ത്രിയുടെ പ്രസ്താവന ഞാൻ കേട്ടിട്ടില്ല. അത് അദ്ദേഹത്തിന് എന്തെങ്കിലും വിവരം ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണോ പറഞ്ഞതെന്നുള്ളത് പരിശോധിക്കണം. എനിക്കത് മനസ്സിലാക്കിയാൽ മാത്രമേ പറയാൻ കഴിയൂ. നിങ്ങൾ പറയുമ്പോൾ മാത്രമാണ് ഞാനത് അറിയുന്നത്. അല്ല, ഞാൻ ഇത്തരം സംഭവങ്ങളിൽ എവിടെ സംഭവങ്ങളുണ്ടായാലും അതിനെ ആ വിഷയത്തിൻ്റെ മെറിറ്റിൽ നിന്നുകൊണ്ടും ദുരന്തത്തിന് ഇരയായവരുടെ ദുഃഖത്തിൽ പങ്കാളിയാവുകയും ചെയ്യുന്ന ഒരു നിലപാട് ഞാൻ സ്വീകരിക്കാറുള്ളൂ. മറ്റു കാര്യങ്ങളെക്കുറിച്ച് ഞാൻ മനസ്സിലാക്കിയിട്ടില്ല. അങ്ങനെ എന്തെങ്കിലും വിവരങ്ങൾ എനിക്ക് ലഭിച്ചാൽ ഞാൻ തീർച്ചയായിട്ടും അത് സംബന്ധിച്ചൊരു നിലപാട് നിങ്ങളോട് പറയും. മന്ത്രി പറഞ്ഞത് മന്ത്രിക്ക് ചിലപ്പോൾ ലഭിച്ചിട്ടുള്ള വിവരങ്ങളുടെ അടിസ്ഥാനത്തിലായിരിക്കും. ഭരണ സംവിധാനത്തിൻ്റെ ഭാഗമായിട്ടുള്ള ചില സൗകര്യങ്ങൾ അവർക്കുണ്ടല്ലോ. എനിക്ക് അത്തരം കാര്യങ്ങളെക്കുറിച്ച് അറിവില്ല. അല്ല, അതറിയില്ല. അദ്ദേഹം ഏത് വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് പറഞ്ഞതെന്ന് അറിയില്ലല്ലോ. അപ്പോൾ അത് മനസ്സിലാക്കാതെ ഞാനൊരു കമന്റ് ചെയ്യുന്ന ഉചിതല്ല. അതിൽ ഞാനതാണ് പറഞ്ഞത്. ഒരു അപകടം നാട്ടിൽ നടക്കുമ്പോൾ, ഒരു കുറ്റകൃത്യം നടക്കുമ്പോൾ നമ്മൾ ഇങ്ങനെ ഒരു നിലപാട് സ്വീകരിച്ചാൽ, ഇപ്പോൾ നിലമ്പൂർ നിയമസഭാ മണ്ഡലത്തിൻ്റെ ഗണ്യമായൊരു ഭാഗം വനാതിർത്തിയാണ്. ഇവിടെ തന്നെ ജനിച്ചു വളർന്ന ഒരാളെ നിലക്കും ഈ നിയോജക മണ്ഡലത്തിൽ വിവിധ പഞ്ചായത്തുകളിൽ ദീർഘകാലം ജീവിച്ച ഒരാളെ നിലയ്ക്കും ഈ അതിർത്തിയെല്ലാം എനിക്ക് സുപരിചിതമാണ്. ഇവിടങ്ങളിൽ ഇങ്ങനെയുള്ള സംഭവങ്ങൾ മുൻപ് ഉണ്ടായിട്ടുണ്ട്. ചില ഇടവേളകളിൽ ഇങ്ങനെ സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട്.
അത് പല സർക്കാരുകൾ ഭരിക്കുമ്പോഴുണ്ട്, UDF ഭരിക്കുമ്പോഴുണ്ട്. UDF നേതാക്കന്മാർ ഇവിടെ നിന്നുള്ള ആളുകൾ മന്ത്രിമാരായിരിക്കുന്ന സമയത്ത് ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അന്നൊന്നും ആരും ഇങ്ങനെ ആരോപണം ഉന്നയിച്ചിട്ടില്ല. അതൊരു ഉചിതമല്ല. കാരണം ഗവൺമെൻറ് സംവിധാനം ഇത്തരത്തിലൊരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ തുടർ നടപടി സ്വീകരിക്കുകയാണ് വേണ്ടത്. അല്ലാതിപ്പോൾ ഗവൺമെൻറ് ഇത്തരം കുറ്റകൃത്യങ്ങൾക്ക് കൂട്ടുനിൽക്കുമോ? LDF ആണെങ്കിലും UDF ആണെങ്കിലും രണ്ടുമില്ല. പക്ഷെ വേണമെങ്കിൽ ആരോപണം ഉന്നയിക്കാം, സമരം ചെയ്യാം. പക്ഷെ അതൊക്കെ നാം നമ്മുടെ മനസാക്ഷിയോട് ചോദിക്കേണ്ട ഒരു കാര്യമാണ്. അത്രയും എനിക്കതിൽ പറയാം. സ്വന്തം വിളയാക്കാൻ ഫെൻസിങ് നടത്തേണ്ടി വരുന്ന മേഖലയിൽ ചില സ്ഥലത്ത് ഇവിടെയുണ്ട്. എവിടെയാണെങ്കിലും സ്വന്തം വിളവാക്കാൻ വേണ്ടിയിട്ട് ഒരു ഗതികേടാണ്. അപ്പോൾ അതിന് ശാശ്വത പരിഹാരം വേണ്ട. അപ്പോൾ ഇത്തരം വിഷയങ്ങൾ ഇപ്പോൾ ഈ ഇന്നലെ ഉണ്ടായ സംഭവത്തിൽ തന്നെ കോൺഗ്രസ് ആദ്യം ആരോപണം ഉന്നയിച്ചത് ഈ മനുഷ്യ വന്യമൃഗ സംഘർഷവുമായി ബന്ധപ്പെടുത്തിയാണ്. പിന്നെയാണ് ഈ പന്നിക്കിനെ അടക്കം വന്നത്. അപ്പോൾ ഏത് വിഷയവും അങ്ങോട്ടേക്ക് ഫോക്കസ് ഡൈവേർട്ട് ചെയ്യാൻ ശ്രമം ഇപ്പോൾ ഈ പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നതായി സംശയിക്കുന്നു. ഈ വന്യജീവി മനുഷ്യ സംഘർഷം മലയോര മേഖലയിലെ ഗൗരവമുള്ള ഒരു പ്രശ്നമാണ്. അതീവ ഗൗരവതരമാണ്. നമ്മളൊക്കെ അതിൻ്റെ ഇരകളാണ് പല അർത്ഥത്തിൽ. അപ്പോൾ അതിനെതിരായിട്ട് വലിയ പ്രതിഷേധം ഉയർന്നു വരുന്നുണ്ട്. മലയോര മേഖലയിലെ ജനങ്ങളുടെ ജീവനും സ്വത്തിനും അവരുടെ കൃഷിക്കും സംരക്ഷണം കൊടുക്കുന്ന കാര്യത്തിൽ ഇപ്പോൾ ബാധകമായിട്ടുള്ള നിയമം, വന്യജീവി സംരക്ഷണ നിയമം, ഒരു പരിഗണനയും കൊടുക്കുന്നില്ല എന്നതാണ് വസ്തുത. ഈ സ്വീകരണ കേന്ദ്രങ്ങൾ പ്രസംഗിക്കുമ്പോൾ ഞാൻ ഈ വിഷയവും പരാമർശിച്ചിട്ടുണ്ട്. പക്ഷേ നിങ്ങളെല്ലാം ഏറെക്കുറെ എന്നെ അനുധാവനം ചെയ്തിട്ടുണ്ട് ഈ സ്വീകരണ കേന്ദ്രങ്ങൾ. ഒരൊറ്റ സ്വീകരണ കേന്ദ്രത്തിൽ പോലും വന്യജീവി സംരക്ഷണ നിയമം പാസ്സാക്കിയത് ആരാണ് എന്ന വിഷയം ചൂണ്ടിക്കാട്ടി രാഷ്ട്രീയ വിമർശനം ഞാൻ ഉയർത്തിയിട്ടില്ല. നിങ്ങൾ പരിശോധിച്ച് നോക്കൂ നിങ്ങളുടെ കയ്യിലുള്ള വെയിറ്റ്.